ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ അപ്പൂതി അടി നയനാരെക്കുറിച്ചുള്ള വിവരണത്തിലേക്കാണ് അടുത്തതായി നാം പ്രവേശിക്കുന്നത്. മഹാശിവഭക്തനായ അപ്പൂതി അടികൾ ശിവനെ മാത്രമല്ല ശിവഭക്തന്മാരെയും പൂജിച്ചിരുന്നു. ശിവനെ എപ്രകാരമാണോ പൂജിക്കുന്നത് അതുപോലെ തന്നെ ശിവഭക്തന്മാരെയും അദ്ദേഹം ആരാധിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. മാത്രമല്ല ഈ ശിവഭക്തന്മാരെ ശിവനായിക്കൊണ്ട് ആരാധിക്കുന്ന പ്രക്രിയ തൻ്റെ കർമ്മമണ്ഡലങ്ങളെ മുഴുവനും ദീപ്തമാക്കുന്ന തരത്തിൽ അദ്ദേഹം ജീവിച്ചു പോന്നു. ഇദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തത് തിരുനാവുക്ക് അരശർ എന്ന അപ്പർ എന്ന കവിയെയാണ്. ഇദ്ദേഹം മഹാശിവഭക്തനും ശിവയോഗിയും ശിവകവിയുമായിരുന്നു. അങ്ങനെയുള്ള തിരുനാവുക്കരശരുടെ ജീവിത കഥ കേട്ടിട്ട് ഇദ്ദേഹം വളരെയേറെ ആകൃഷ്ടനായി. അനേകം പരീക്ഷണങ്ങളെ നേരിട്ട് ജൈനന്മാരെ തോൽപ്പിക്കുകയും ശിവഭക്തി ഗീതങ്ങൾ ആലപിച്ച് തേവാരങ്ങളിലൂടെ ശിവനെ ആരാധിക്കുകയും ശിവലോകത്തിൻ്റെ മഹത്വം പ്രകീർത്തിച്ച് പാടുകയും ചെയ്ത തിരുനാവുക്കരശരെ ഹൃദയത്തിൽ വച്ച് ആരാധിച്ചിരുന്നു. അതുകൊണ്ട് ഈ അപ്പൂതി അടികൾ തൻ്റെ സമ്പത്ത് മുഴുവനും ധർമ്മപ്രവർത്തികൾക്ക് വേണ്ടി ചിലവഴിച്ചു. അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്ന മഠങ്ങൾ, കിണറുകൾ, കുളങ്ങൾ, തണ്ണീർപ്പന്തലുകൾ ഇതിനെല്ലാം തിരുനാവുക്ക് അരശർ വക എന്ന് അവിടെ കുത്തിവയ്ക്കുമായിരുന്നു. അങ്ങനെ ഏത് ധർമ്മപ്രവർത്തികൾ ചെയ്താലും അതെല്ലാം തിരുനാവുക്ക് അരശർ വക എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കുമായിരുന്നു. അങ്ങനെ തൻ്റെ പേരിനെ ഒട്ടും തന്നെ ശ്രദ്ധിക്കാതെ തിരുനാവുക്കരശരെ മഹാപൂജ ചെയ്ത് ബഹുമാനിച്ച ഈ ശിവഭക്തൻ തിരുനാവുക്കരശരെ ശിവനായി തന്നെ കണ്ട് ആരാധിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം തിങ്കളൂർ എന്ന സ്ഥലത്താണ് ഈ അപ്പൂതി അടികൾ ജീവിച്ചിരുന്നത്. തിങ്കളൂർ സ്ഥലത്ത് അദ്ദേഹം അനേകം ധർമ്മശാലകളും മഠങ്ങളും അതുപോലെ തണ്ണീർപ്പന്തലുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം തിരുനാവുക്ക് അരശർ വക എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അവിടുത്തെ ശിവക്ഷേത്രത്തിലേക്ക്, തിങ്കളൂരുള്ള ശിവക്ഷേത്രത്തിലേക്ക് ഒരിക്കൽ തിരുനാവുക്ക് അരശർ വന്നു. ക്ഷീണിതനായ അദ്ദേഹം ഒരു തണ്ണീർപ്പന്തലിൽ വിശ്രമിക്കാനായിട്ട് ചെന്നിരുന്നു. ആ തണ്ണീർപ്പന്തലിൽ നിന്ന് കിട്ടുന്ന ആ ഔഷധ സമൃദ്ധമായ ജലം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ക്ഷീണമെല്ലാം മാറി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ തൂണിൽ കുത്തിവെച്ചിരിക്കുന്ന ആ ലിഖിതം ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ തിരുനാവുക്ക് അരശർ വക എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ആ തണ്ണീർപ്പന്തലിൻ്റെ സൂക്ഷിപ്പുകാരനോട് ചോദിച്ചു, എന്താ തിരുനാവുക്ക് അരശർ വക എന്ന് എഴുതി വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് അപ്പൂതി അടികൾ എന്ന് പറഞ്ഞ ഒരു ശിവഭക്തൻ എഴുതി വച്ചതാണ്, അദ്ദേഹം നിർമ്മിച്ചതാണ് ഈ തണ്ണീർപ്പന്തൽ. അദ്ദേഹം ഈ തണ്ണീർപ്പന്തലിൽ മാത്രമല്ല മഠങ്ങളും കിണറുകളും എല്ലാം തന്നെ ഒരുപാട് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം തിരുനാവുക്ക് അരശർ വക എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ട് അത്ഭുതപരതന്ത്രനായ തിരുനാവുക്ക് അരശർ ഈ അപ്പൂതി അടികളെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട് ഏതാണെന്ന് അന്വേഷിച്ചു. അദ്ദേഹത്തിൻ്റെ വീട് തൊട്ടടുത്താണെന്നും ആ വഴി ആ തണ്ണീർപ്പന്തൽ സൂക്ഷിപ്പുകാരൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതനുസരിച്ചിട്ട് തിരുനാവുക്ക് അരശർ അപ്പൂതി അടികളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ വീട്ടിലേക്ക് ചെന്നിട്ട് അപ്പൂതി അടികളെ കണ്ട് തിരുനാവുക്കരശർ ചോദ്യം ചോദിക്കുകയാണ്.
എന്തിനാണ് ഇങ്ങനെ പേര് എഴുതി വയ്ക്കുന്നത്? അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. തിരുനാവുക്കരശർ അദ്ദേഹത്തോട് പറഞ്ഞു, തിരുപ്പഴനത്തിൽ നിന്നും വരുമ്പോൾ നാം അങ്ങയുടെ ധർമ്മശാല കാണുവാനിടയായി. മാത്രമല്ല അങ്ങയുടെ പൊതുജന സേവനത്തെ പറ്റിയും കേട്ടു. എന്നാൽ എല്ലായിടത്തും അത് പണിഞ്ഞ അങ്ങയുടെ പേര് കൊത്തിവെക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് മറ്റൊരാളുടെ പേര് കൊത്തിവെച്ചിരിക്കുന്നത്? ഭക്താഗ്രണിയായ ആ വാഗ്മിയുടെ ചോദ്യം ശ്രോതാവിനെ നടുക്കി. ഹൃദയത്തിൽ കത്തിക്കുത്തിയതുപോലെ ആ ഭക്തബ്രാഹ്മണന് അനുഭവപ്പെട്ടു. വേദന കലർന്ന സ്വകോപത്തോടെ അദ്ദേഹം തിരിച്ചടിച്ചു. എത്ര അനുചിതമായ വാക്കുകളാണ് അങ്ങ് ഉച്ചരിച്ചത്! ദുഷ്ടന്മാരായ ജൈനന്മാരെ വിജയിച്ച ആ മഹാനുഭാവൻ്റെ നാമം ഒരു സാധാരണ നാമമായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ നാമം ഇഹത്തിലും പരത്തിലും നമുക്ക് ആശ്രമേയമാണ്. ആ നാമത്തെ നിന്ദിക്കുന്നത് ഞാൻ സഹിക്കുകയില്ല എന്ന് പറഞ്ഞ് ആ തിരുനാവുക്കരശരോട് അപ്പോതി അടികൾ കയർക്കുകയാണ് ചെയ്തത്. തിരുനാവുക്കരശർ പറഞ്ഞു, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ബ്രഹ്മാദികളായ ദേവന്മാർ പോലും ജഗത് പ്രഭുവായ പരമേശ്വരൻ്റെ ദാസനാണ്. യാതൊരു ദേവൻ ജഗത്തുക്കളുടെ ഏകപ്രഭുവായിരിക്കുന്നു. യാതൊരു ദേവൻ്റെ നാമസ്മരണം ജന്തുക്കളുടെ മഹാപാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ഭവിക്കുന്നു. അങ്ങനെയുള്ള മഹാദേവനെയും ആ ദേവൻ്റെ അതിപാവനമായ നാമത്തെയും വെടിഞ്ഞ് അങ്ങ് വേറുമൊരു മനുഷ്യനെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഞങ്ങൾ ശിവൻ്റെ ദാസന്മാരാണ്. ശിവഭക്തന്മാരുടെ ഗ്രഹങ്ങളിലല്ലാതെ മറ്റൊരിടത്തും ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല. ഇത് കേട്ട് അപ്പൂതിയാർ പറഞ്ഞു, അങ്ങനെ പറയരുതേ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണേ. ശാസ്ത്രങ്ങളിൽ നിന്നും ഞാൻ അറിഞ്ഞിരിക്കുന്നത് പരമേശ്വരന് ചരമെന്നും ആചാരമെന്നും 2 രൂപങ്ങളുണ്ട് എന്നാണ്. സ്ഥിരരൂപങ്ങളിൽ പരോക്ഷമായും ചരരൂപങ്ങളിൽ പ്രത്യക്ഷമായും ശംഭു വിളങ്ങുന്നു. ശിവലിംഗം, ശൈലങ്ങൾ ഇവയെല്ലാം ശംഭുവിൻ്റെ സ്ഥിരരൂപമാണ്. അങ്ങയെപ്പോലുള്ള ഭക്തശിരോമണികളാണ് അദ്ദേഹത്തിൻ്റെ ചരരൂപം ആയി പ്രശോഭിക്കുന്നത്. ചരരൂപത്തിലൂടെയാണ് ഭഗവാൻ ഈ ലോകത്തിൽ നിഗ്രഹ അനുഗ്രഹങ്ങളൊക്കെ നടപ്പാക്കുന്നത്. ഭക്തന്മാർക്ക് ഇഷ്ടഫലം പ്രദാനം ചെയ്യുന്നതും തൻ്റെ ചരരൂപം വഴിക്കാണ്. അതിനാൽ ശിവനും ശിവഭക്തനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. തിരുനാവുക്ക് അരശിലൂടെയാണ് പരമേശ്വരൻ ജൈനന്മാരെ ജയിച്ച് വൈദിക ധർമ്മം പുനഃസ്ഥാപിച്ചത്. അതുകൊണ്ട് അദ്ദേഹം ശിവൻ തന്നെയാണ്. ആ മഹാത്മാവിൽ സാധാരണ മനുഷ്യത്വം ആരോപിക്കുന്നവൻ നശിച്ചു പോകും. ഞാൻ ചെയ്യുന്നതെല്ലാം ആ വാഗീശ്വരാനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് കേട്ടപ്പോൾ തിരുനാവുക്കരശർ അത്ഭുതപ്പെട്ടു പോയി. തിരുനാവുക്കരശർ തൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് ഭക്തന് പറഞ്ഞു കൊടുക്കുന്നു. താൻ സാക്ഷാൽ ശിവഭക്തനാണെന്നും തൻ്റെ പേരാണ് തിരുനാവുക്കരശരെന്നും അദ്ദേഹം അപ്പൂതിയടികളോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അപ്പൂതിയടികൾക്ക് എന്തെന്നില്ലാത്ത അത്ഭുതം തോന്നി. അദ്ദേഹം പറഞ്ഞു, അങ്ങ് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ അനുഗ്രഹിച്ചത് ശിവൻ തന്നെ വന്ന് അനുഗ്രഹിച്ചത് തന്നെയാണ്. അങ്ങ് അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഭക്ഷണം വിളമ്പാൻ ഭാര്യയോട് പറഞ്ഞു. അപ്പോൾ വാഴയില കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം മൂത്ത മകനെ പറഞ്ഞയക്കുന്നു, തൊടിയിലേക്ക് പറഞ്ഞയക്കുന്നു. അദ്ദേഹത്തിന് 2 ആൺമക്കളാണുള്ളത്. ആ ആൺമക്കൾക്കും തിരുനാവുക്കരശരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. പെരിയ തിരുനാവുക്കരശർ എന്നും ചിന്ന തിരുനാവുക്കരശർ എന്നുമാണ് ആ 2 കുട്ടികൾക്ക് അപ്പൂതിയടികൾ പേര് നൽകിയിരിക്കുന്നത്. അങ്ങനെ പെരിയ നാവുക്കരശരെ വാഴയില വെട്ടാൻ വേണ്ടി പറഞ്ഞയക്കുന്നു. അങ്ങനെ വാഴയില വെട്ടാൻ തൊടിയിലേക്ക് ആ കുട്ടി പോയി. അവിടെ വാഴയില വെട്ടുമ്പോൾ ഒരു മൂർഖൻ പാമ്പ്
ഈ കുട്ടിയെ ദംശിച്ചു. അങ്ങനെ വിഷം ശരീരത്തിലാകെ വ്യാപിച്ചു. പക്ഷേ വാഴയില വെട്ടി വീട്ടിൽ കൊണ്ടുവരുന്നത് വരെ ആ കുട്ടി ഒരു വിധത്തിൽ പിടിച്ചു നിന്നു. അങ്ങനെ ഉമ്മറപ്പടിയിൽ വാഴയില വച്ചതും ആ കുട്ടി ബോധം കെട്ട് വീഴുകയും ചെയ്തു. അല്പസമയത്തിനകം ആ കുഞ്ഞ് മരിക്കുകയും ചെയ്തു. ഈ വിവരം ഭാര്യ അറിയുന്നു, ഭർത്താവിനോട് പറഞ്ഞു. അങ്ങനെ അവർ ആ കുഞ്ഞിനെ ഒരു പായയിൽ കെട്ടി പുറകുവശത്ത് ഒളിപ്പിച്ചു വയ്ക്കുകയാണ്. രംഗം ചേക്കിഴാർ വർണ്ണിക്കുന്ന ഇങ്ങനെയാണ്: തളർന്നു മകനെ കണ്ട് തായരും തന്തയാരും ഇളം പൈതത്തുറ്റു നോക്കി ഉതിരഞ്ചോർ വടിവും മേനി വിളങ്കും കുറിയും കണ്ടു വിടത്തിനാൽ വീന്താനെൻ്റെ തുളങ്കുതൻ ഇന്ത്യത്തൊണ്ടർ അമുതു ചെയ്വതറ ചൂഴ്വാർ പുലരും പുതൽവൻ തന്നെ പായിനുൾ ചെയ്തു മൂട്ടി പുറമனை മുൻറി പാങ്കോ പോങ്കർ புடையினில் மறைந்து வைத்தே அரைது தைரியாவண்ணம் அமுது செய்விப்போடம் എൻ്റെ വിരലുടை തൊണ്ടനാർ പാൽവിരിപ്പൊട് വിരൈന്തു വந்தாർ എന്നാണ് ചേക്കിഴാർ വർണ്ണിക്കുന്നത്. 45 ശ്ലോകങ്ങളിലൂടെയാണ് അപ്പൂതിയടികളുടെ കഥ ചേക്കിഴാർ വർണ്ണിക്കുന്നത്. അപ്പരോടുള്ള അനന്യഭക്തിയാൽ അനന്യചിത്തനായ അടികൾ ഭാര്യയോട് പറഞ്ഞു, ഇവനെ പാമ്പ് കടിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ ഭിക്ഷയ്ക്കിരിക്കാൻ അപ്പർ സമ്മതിക്കില്ല. അതുകൊണ്ട് മകനെ ഒരിടത്ത് കിടത്തി ഇലയിൽ ഭക്ഷണം വിളമ്പുള്ളൂ എന്ന് പറയണം. അങ്ങനെ ഭക്ഷണം വിളമ്പാൻ ഭാര്യ തയ്യാറായപ്പോഴേക്കും തിരുനാവുക്കരശർ പറഞ്ഞു, അങ്ങയുടെ 2 കുട്ടികളെ വിളിക്കൂ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കാം എന്ന് പറയാണ്. അപ്പോൾ ചിന്ന നാവുക്കരശർ വന്നു, പെരിയ നാവുക്കരശർ വന്നില്ല. അപ്പോൾ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ ഇവിടെ ഇല്ല എന്ന ഉള്ള അർത്ഥത്തിൽ ഒഴിഞ്ഞു മാറുകയാണ് അപ്പൂതിയടികൾ ചെയ്തത്. തിരുനാവുക്കരശർക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം ചോദിച്ചു, അത് ശരിയല്ല, അങ്ങ് പറയുന്നത് സത്യം പറയൂ എന്ന് പറഞ്ഞപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം അപ്പൂതിയടികൾ തിരുനാവുക്കരശരെ പറഞ്ഞ് കേൾപ്പിച്ചു. ആ സമയം തിരുനാവുക്കരശർ ഭസ്മമെടുത്ത് അപ്പൂതിയടികൾക്ക് കൊടുത്തു. അതേപോലെ ഭാര്യയ്ക്കും അതുപോലെ ചിന്ന നാവുക്കരശർക്കും കൊടുത്തു. ബാക്കിയുള്ള ഭസ്മം കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം പെരിയ നാവുക്കരശർ കിടക്കുന്ന ആ ഭാഗത്തേക്ക് ചെന്നു. എന്നിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന ഭസ്മം മരിച്ചു കിടക്കുന്ന ആ കുട്ടിയുടെ ശരീരമാകെ പൂശി. അത്ഭുതമെന്ന് പറയട്ടെ, ആ കുട്ടി അപ്പോൾ എഴുന്നേൽക്കുകയാണ് ചെയ്തത്. ആ സമയം പാടിയ പാട്ട് തേവാരം വളരെ പ്രശസ്തമാണ്. ശരീരത്തിൽ ആ മരിച്ചു കിടക്കുന്ന കുട്ടിയുടെ ശരീരത്തിൽ ഭസ്മം പൂശിക്കൊണ്ട് ഒരു പതികം തിരുനാവുക്കരശർ പാടി. അതിൻ്റെ ഏതാണ്ട് അർത്ഥം ഇങ്ങനെയാണ്: പണ്ട് പാലാഴി മഥനത്തിൽ ദേവന്മാർക്ക് ഭീഷണിയായി വമിച്ച കാളകൂട വിഷത്തെ കുടിച്ച് ലോകരക്ഷ ചെയ്ത് ദേവന്മാരാ സ്തുതിക്കപ്പെട്ട ഭഗവാനെ, ഈ വിഷമഘട്ടത്തിൽ വിഷബാധയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് മധുരമായ ആ തമിഴ് പദ്യം പാടിയപ്പോഴേക്കും ആ കുഞ്ഞ് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് എഴുന്നേറ്റ് വന്നു എന്നാണ് ചേക്കിഴാർ സ്വാമികൾ വിവരിക്കുന്നത്. തങ്ങളുടെ മകൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ ആ സന്തോഷത്തിൽ അപ്പൂതിയടികളും ഭാര്യയും മകനും വളരെയേറെ സന്തോഷിച്ചു. അവർ ഒരുമിച്ചിരുന്ന് ഊണ് കഴിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ചതോടുകൂടി അപ്പൂതിയടികൾക്ക് കുടുംബത്തിനും എന്തെന്നില്ലാത്ത സൗഭാഗ്യവും സംതൃപ്തിയും അതേപോലെ തന്നെ അനുഗ്രഹവും
തിരുനാവുക്കരശരിൽ നിന്ന് ലഭിച്ചു. ഇങ്ങനെ അപ്പൂതിയാരുടെ അപേക്ഷപ്രകാരം അത്യധികം സ്നേഹാദരങ്ങളോടുള്ള ആതിഥ്യം സ്വീകരിച്ച് കുറച്ച് നാൾ കൂടെ അദ്ദേഹം അവിടെ താമസിച്ചു. ആ വീട്ടിൽ കുറച്ച് നാൾ തിരുനാവുക്കരശർ താമസിക്കുകയും ഈ ഭഗവാനെ സ്തുതിക്കുന്ന അനേകം പദികങ്ങൾ അദ്ദേഹം അവിടെ വെച്ച് രചിക്കുകയും ചെയ്തു. അതിലെല്ലാം വാഗീശരായ അപ്പർ അപ്പൂതിയടികളുടെ ഭക്തിമഹിമയെ വാഴ്ത്തി പാടുന്നുമുണ്ട്. ആ പാടലുകൾ ഇന്നും കിട്ടാനുണ്ട്. അതിലെല്ലാം അപ്പൂതിയടികളുടെ ഭക്തിമഹിമയെക്കുറിച്ച് പാടുന്ന ചില വരികൾ നമുക്ക് കാണാവുന്നതാണ്. അധികം കാലം സൗഭാഗ്യത്തോടെ ജീവിച്ച അപ്പൂതിയടികൾ പിന്നീട് ശിവപാദങ്ങളിൽ ലയിച്ചു ചേരുകയാണ് ചെയ്തത്. ഇതാണ് അപ്പൂതിയടികളുടെ കഥയിലൂടെ ചേക്കിഴാർ പറയുന്നത്. അപ്പോൾ ശിവനെ പോലെ തന്നെ ശിവഭക്തനും ശിവൻ തന്നെയാണ്. ഇത് നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹവർഷം കൂടിയാണ്. ആരാണോ ശിവനെ അകൈതവമായി നിറഞ്ഞ ഹൃദയത്തോടെ, നിഷ്കളങ്ക ഹൃദയത്തോടെ നിരന്തരം ഭജിക്കുന്നത്, ആ ഭക്തൻ, ആ ശിവഭക്തൻ സാക്ഷാൽ ശിവൻ തന്നെയാണ്. അപ്പോൾ ശിവഭക്തനെ ബഹുമാനിക്കുന്നതും ആരാധിക്കുന്നതും ശിവനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ചരമെന്നും അചരമെന്നും രണ്ട് സംഭവങ്ങളുണ്ട്. ഈ ചരവസ്തുക്കളിലും അചരവസ്തുക്കളിലും ശിവൻ തന്നെയാണ് കുടികൊള്ളുന്നത്. അതായത് ഈശാവാസ്യം ഇദം സർവം, എല്ലാ ചരാചരങ്ങളിലും കുടികൊള്ളുന്ന ശിവൻ തന്നെയാണ്. അതുകൊണ്ട് ഏതൊരു ചരത്തെയോ ഏതൊരു അചരത്തെയോ നാം ആരാധിക്കുകയോ ബഹുമാനിക്കുകയോ ശുശ്രൂഷിക്കുകയോ പോറ്റി വളർത്തുകയോ ചെയ്യുമ്പോൾ നാം സാക്ഷാൽ ശിവനെ തന്നെയാണ് തൃപ്തിപ്പെടുത്തുന്നതും അനുഗ്രഹ വർഷങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നാം സ്വീകരിക്കുന്നത്. അപ്പോൾ എല്ലാ ചരാചരങ്ങളും ശിവമയമാണ്, സർവം ശിവമയം. അപ്പോൾ ഈ കഥയിലൂടെ നാം വ്യക്തമാകുന്നത് സർവം ശിവമയം എന്ന അവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാത്തിനെയും ശിവനായിക്കൊണ്ട് സ്നേഹിക്കുക, ശിവനായിക്കൊണ്ട് ആരാധിക്കുക. ശിവസേവ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്ന് വെച്ചാൽ ജനസേവ ചെയ്തുകൊണ്ട് സകല ചരാചരങ്ങൾക്കും സേവ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ ഏതൊരു ചരാചരത്തെയാണോ നാം സേവിക്കുന്നത്, ആ ചരാചരത്തിനെയല്ല നാം സേവിക്കുന്നത്, മറിച്ച് ആ ചരാചരത്തിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ശിവത്വത്തെയാണ് നാം സേവിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. എല്ലാ ചരാചരങ്ങളെയും ഉള്ളിൻ്റെ ഉള്ളിൽ ശിവത്വം നിറഞ്ഞു നിൽക്കുന്നു. ആ ശിവനെയാണ് നാം ആരാധിക്കുന്നത്, അല്ലാതെ ആ വ്യക്തിയെയോ ആ ചരത്തെയോ ആ അചരത്തെയോ അല്ല. അപ്പോൾ സർവം ശിവമയം, അതിനപ്പുറം ഒന്നുമില്ല. ഈ മഹാതത്വമാണ് തിരുനാവുക്കരശരുടെ കഥയിലൂടെ, അപ്പൂതിയടികളുടെ കഥയിലൂടെ ചേക്കിഴാസ്വാമികൾ പെരിയ പുരാണത്തിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ ശിവനും ശിവഭക്തനും ഒന്ന് തന്നെ, അതിനപ്പുറം ഒന്നുമില്ല. എല്ലാം ശിവമയം.